4 വർഷം ദുബായിലേക്ക് പണിയെടുത്ത് ക്വാളിറ്റി വിൽക്കണോ ഇത്? ഇത് മറ്റേ രാമേന്ദ്രന് ബെൻഫ്ലോറിൽ പ്രതിമേറെ തലയിരുന്നത് ഇട ഏതായാലും കെട്ടാൻ പോണ പെണ്ണിന് ആദ്യമായിട്ട് കാണുമ്പോ നിനക്ക് എന്തിനാ ഈ ചപ്പടാച്ചി ലുക്ക്? മൈ ലൈഫ് മൈ റൂൾസ്. ഈ കോലത്തിലുള്ള എൻ്റെ ഫോട്ടോ കണ്ടിട്ട് തന്നെയാണ് അവൾ കല്യാണത്തിന് ഓക്കെ പറഞ്ഞത്. നിങ്ങൾ വണ്ടിയെടു. എനിക്ക് ജെറാമിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഈ വീട്ടിലെല്ലാവരും ഉള്ളതുകൊണ്ട് നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റില്ല. അതാ ഫസ്റ്റ് മീറ്റിംഗ് ഇവിടെ ആക്കാന്ന് കരുതിയത്. എന്താ? അല്ല, വേറൊന്നുമല്ല. എൻ്റെ ആക്ടിങ് കരിയർ സെറ്റായി ഫിനാൻഷ്യലി ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തം ചിലവിൽ കല്യാണം നടത്തണമെന്നായിരുന്നു എൻ്റെ തീരുമാനം. ഇപ്പോൾ കരിയർ ഏറെക്കുറെ സെറ്റാണ്, ഫിനാൻഷ്യലിയും വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ തന്നെ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് തൻ്റെ പ്രൊഫൈൽ വീട്ടുകാർക്ക് അയച്ചു കൊടുത്തത്. ഞാനും ജോലി കിട്ടി പോകുന്നതിന് മുമ്പേ ഇതുപോലെ തീരുമാനം എടുത്തതാ. ഇപ്പം എൻ്റെ റൈറ്റ് ടൈമാണ്. ആഹാ, ജെറാമിൻ്റെ ഫസ്റ്റ് പെണ്ണാണല്ലോ അത്? സോറി. അതെ. എടാ എഡിറ്റിംഗ് ഒക്കെ പിന്നെ കഴിഞ്ഞിട്ട് അയച്ചു. അമ്മ സുഖമായിരിക്കുന്നോ? എടാ ഒരു മിനിറ്റ് ഞാൻ വിളിക്കാവേ. അവിടെ ആര് ചേച്ചിയല്ലേ? ആ, ഞാൻ സീരിയലൊക്കെ കാണാറുണ്ട്. ചേച്ചിയുടെ വലിയ ഫാനാ. താങ്ക്സ്. ഇവ സിനിമ വല്ലതും ചെയ്യണുണ്ടോ? ആ, ഞാൻ ഇപ്പോൾ ഒരെണ്ണം ചെയ്തായിരുന്നു. ആ, ഞാൻ FB-ലെല്ലാം വീഡിയോസ് കാണുന്നുണ്ട്. ഇതാരാ? ആ, എൻ്റെ വുഡ്ബിയാണ്. എന്നാ പിന്നെ ശരി ചേച്ചി. അമ്മയും തൻ്റെ ഭയങ്കര ഫാനാണ്. ഈ പ്രപ്പോസൽ വന്നപ്പോൾ തന്നെ അമ്മ എന്നെ വിളിച്ചായിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ തൻ്റെ കരിയറിൽ അഫക്റ്റ് ആവാത്ത രീതിയിൽ ഞാൻ ഇവിടുത്തെ ഓഫീസിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ചിട്ടുണ്ട്. ഷോ, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അത് കുഴപ്പമില്ല. അപ്പം പിന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയല്ലേ? ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ എൻഗേജ്മെൻറ്റ് നടത്തണം എന്നാണ് വീട്ടുകാരുടെ പ്ലാൻ. അത് കഴിഞ്ഞൊരു 6 മാസത്തിനകത്ത് കല്യാണം. ജെറാമിന് അത് ഓക്കെ അല്ലേ? ഓക്കെയാണ്, ഓക്കെയാണ്. എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങാം. നാളെ പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്യേണ്ട കുറച്ച് തിരക്കുണ്ട്. ജെറാം, ഒരു മിനിറ്റ്. താങ്ക് യു. ജെറാമിന് വിഗ് അത്രയ്ക്ക് ചേരുന്നില്ല. അതിനേക്കാളും ഈ ക്യാപ്പ് നന്നായിരിക്കും. My life, my rules, my custody. അമ്മാ, ഗ്ലാസ് വെള്ളം എന്താ അമ്മ? മച്ചാ, 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 ഇത്രേ പറ്റുള്ള? പറഞ്ഞു പ്രാവില്ലടാ നീ. എൻ്റെ എൻഗേജ്മെന്റ് കാണാൻ വരാൻ പോലും പറ്റിയില്ല. മച്ചാ മതിലെങ്കിൽ ഇപ്പൊ എന്ത്? ഇവന് ഒരു താറ്റ് കൂടുതൽ കിട്ടുമായിരുന്നു, അത്രയല്ലേ ഉള്ളൂ വ്യത്യാസം. ഏറി തന്നെ ഇരുന്നല്ലേ. പിന്നെ ഇതിപ്പോ എത്ര കേറി? 1.5. ഈ സഞ്ചിക്ക എൻ്റെ നട്ടെല്ലാണ് പൊട്ടിയത്. എനിക്ക് എണീക്കാൻ വയ്യ. എന്നിട്ട് എവിടെ നിന്ന് ഒപ്പിച്ചു കൊടുത്ത്? എവിടെ നിന്ന് ഒപ്പിച്ചു കൊടുക്കാൻ? കണ്ടോൻ്റെ കടവും കാവലും മറിച്ചു കൊടുത്തു. അല്ലടാ, നിനക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലേ? ഓ, എനിക്ക് ഭ്രാന്തല്ലേ മാസം ഇൻഷുറൻസ് കമ്പനിക്ക് പൈസ കൊടുക്കാൻ. എനിക്ക് ഒന്നും ആക്സിഡന്റ് ഒന്നും ആവൂല. എടാ മണ്ട, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ കൈ ഇപ്പോൾ ഒടിഞ്ഞപ്പോഴത്തേക്ക് 1.5 ലക്ഷം രൂപ കടമായി. നിനക്കൊരു ഹെഡ് ഇഞ്ചുറി പറ്റി കിടന്നിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ 1.5 ലക്ഷം എന്നുള്ളത് 50 ലക്ഷം രൂപ വരെ പോകും. നിന്റെ കിഡ്നി ഈട് വെച്ചാൽ പോലും ഇത്രയും പൈസ ആരും കടം തരാൻ പോണില്ല. അവനെ വിളിച്ചോണ്ട് പോന്നി. എടാ, ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നീ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടു.
നീ വിചാരിക്കും പോലെ അത്ര വലിയ പ്രീമിയം ഒന്നും അടക്കുകയൊന്നും വേണ്ട. ഇതിൽ നിന്ന് എടുക്കുമ്പോഴേ 1 കോടിയുടെ വരെ കവറേജിന് മാസം വെറും 400-500 രൂപ തൊട്ട് തുടങ്ങുന്ന പ്ലാനുകളുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ട കമ്പനി നോക്കി ഓൺലൈനിൽ എടുക്കുമ്പോഴേ 25% വരെ ഡിസ്കൗണ്ടും കിട്ടും. നിനക്ക് കമ്മീഷൻ വല്ലതും ഉണ്ടാടേ? എടാ, എനിക്കൊരു കമ്മീഷനും തരണ്ട. നീ ഇതിനായിട്ട് ഒരു ഹിഡൻ ചാർജസും കൊടുക്കേണ്ടതില്ല. നിനക്ക് തന്നെ നേരിട്ട് നോക്കി ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികൾ കമ്പയർ ചെയ്തേ നല്ല ബെസ്റ്റ് ഒരെണ്ണം എടുക്കാന്നുള്ളേ ഉള്ളൂ. ഇനിയിപ്പം നിനക്ക് ഇതിനെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും അവരുടെ തന്നെ ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജർ നിന്റെ സഹായത്തിനുണ്ടാവും. പിന്നെ ക്ലെയിമിനെ കുറിച്ചുള്ള എന്ത് സപ്പോർട്ടും 30 മിനിറ്റിനകം നിനക്ക് കിട്ടും. എനിക്ക് മുടിക്കൂടെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ കുറേ പൈസ ഉണ്ടാക്കായിരുന്നല്ലേ? എടാ, എന്നെ ഈ കിളത്തുന്ന സമയം നീ പോയി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ നോക്കും. എടാ, വലിയ പൈസയൊന്നും ഇല്ലല്ലോ എടുക്കാൻ. അതാവുമ്പോഴേ ഈ ഹോസ്പിറ്റലിൽ പോയി കിടക്കുമ്പോൾ സമാധാനത്തോടെ പോയി കിടക്കാൻ പറ്റും. എടുക്കണോടെ, ഉടനെ എടുക്കണം. ഹലോ, വന്നതോ വന്നു. ആ ശാരദാമ്മ ഇവിടെ ഇങ്ങനെ പേരയ്ക്ക് പറിച്ചോണ്ട് വരാത്തത് പോളി ചേച്ചി. അവരെ കണ്ടെത്തി ചേർന്നുണ്ട്. ഇപ്പൊ പഴയ പോലെയൊന്നുമില്ല. പോലീസ് കേസ് കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കും. മതിലിന്റെ ഇപ്പുറത്ത് നിന്ന് എത്തിയാ പറഞ്ഞാൽ മതി പറിക്കാന്ന് പറഞ്ഞോണ്ട്. എടാ, എൻഗേജ്മെന്റ് ഫോട്ടോസ് വന്നിട്ടുണ്ടെന്ന്. എവിടെ? എനിക്ക് ഇവിടെ കണ്ടേ. എങ്ങനെ ഒപ്പിച്ചളിയായി പെണ്ണിന്? നമ്മൾ നടക്കണ് തേരാ പര നടക്കണം. എടേ, അവന്റെ ജോലിയുണ്ട്, അവന്റെ പൈസ ഉണ്ട്, അവന്റെ വീട്ടിൽ വസതിയുണ്ട്. അവർക്ക് ഇതിൽ കൂടുതൽ ഇനി എന്തോന്ന് വേണം അല്ലടാ? പക്ഷെ ദൈവം ആളേന് മുടി മാത്രം കൊടുത്തില്ല. നീ ഇത് കണ്ട ആളെയാ? ഫ്ലാഷിന്റെ കിരണങ്ങൾ അവന്റെ ഉച്ചിയിൽ തട്ടി തെറിച്ചു പോകുന്നു. എന്തൊന്നു കഷ്ടം. ചിരിക്കാൻ വേറെ അവനെ വിളിച്ചോണ്ട് പോ. ഇല്ല പിന്നെ നീ നോക്കളിയാ കൊടുമ. അല്ലെങ്കിലും തങ്കം പോലത്തെ പെൺപിള്ളേർക്ക് നിന്നെ പോലത്തെ മൊണ്ണകളെ മതിയല്ലേ. എടാ മൊട്ടത്തലേ മാൻഡ്രക്കെ, നിനക്ക് പെണ്ണ് കിട്ടിയാടാ? ആ കഷണ്ടി തലയിൽ പുളിസായിട്ട് കഴിക്കാൻ ഒരു കൂട്ടായി. ഡേയ് മാമ, ഇതെങ്ങനെ ഒപ്പിച്ച്? ജയറാമിന് വീക്ക് അത്രയ്ക്ക് ചേരുന്നില്ല. അതിനേക്കാളും ഈ ക്യാപ്പ് നന്നായിരിക്കും. എടാ, നാളെ തന്നെ ലെറ്റർ അടിക്കാൻ കൊടുക്കണം. അടുത്ത മാസം തന്നെ വിളിക്കാൻ തുടങ്ങണമെന്ന് അവരുടെ വീട്ടുകാരുടെ പ്ലാന്. കല്യാണത്തിന് 4 മാസം ഉണ്ടെങ്കിലും വിളിക്കാൻ 10, 1000, 1200 പേരുണ്ട്. ഇപ്പോഴേ തുടങ്ങിയാലേ 2 മാസത്തിൽ തീരുള്ളൂ. ഈ കല്യാണം ഒരു 6 മാസം കഴിഞ്ഞ് പോരെ? അമ്മ ആര്യയുടെ അച്ഛനെ വിളിച്ചൊന്ന് സംസാരിക്കും. എന്റെ വായിലൊന്നും വല്ലതും കേട്ടുപിടിക്കരുത്. 76 എണ്ണം നോക്കിയിട്ട് ഇത് ഒന്നാണ് സമ്മതിച്ചത്. എത്രയും പെട്ടെന്ന് കല്യാണം നടത്താന്ന് വിചാരിച്ചാൽ അവൻ നീട്ടി വെക്കണം വരും. അല്ല, അധികമൊന്നും നീട്ടണ്ട, ഒരു 6 മാസം മതി. നീട്ടാ ഒന്നും പറ്റൂല. ഓഹോ, എന്നാ ഇത് നീട്ടാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അഞ്ച് മിനിറ്റ് ഇങ്ങനെ ശീർഷാസനത്തിൽ തുടർന്നാൽ തലയിലേക്ക് രക്തഓട്ടം കൂടി 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ മുടി 2 സെന്റിമീറ്റർ എങ്കിലും വളരും. ഓഹോ, എന്നാ 5 മിനിറ്റ് അല്ല, ഞാൻ 15 മിനിറ്റോളം നിൽക്കും. മുടി മൂക്കി തട്ടണം. ചെറുക്ക, നീ കല്യാണത്തിന് കഴുത്തുള്ളിക്ക് കിടക്കോ? 2 മിനിറ്റ് ആയതേ ഉള്ളൂ തുടങ്ങിയിട്ട്. ഇനി ഞാൻ നിൽക്കണം കുറെ നേരം. പോയി അടുക്കളയിൽ വല്ല പണിയും ചെയ്യണോ അമ്മ? അല്ലെങ്കിൽ എനിക്ക് നെല്ലിക്ക ജ്യൂസ് എടുത്തോണ്ട് വാ. ഇവ എന്തിനുള്ള പുറപ്പാടാ എന്തോ. ഈ എണ്ണ ദിവസവും 2 നേരം നല്ല രീതിയിൽ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിച്ച് 20 മിനിറ്റ് കഴിഞ്ഞ് കുളിച്ചാൽ 4 ആഴ്ച കൊണ്ട് ഇടതൂർന്ന് മുടി വളരും. അയ്യോ, ഇതിപ്പോ ഉള്ള മുടി കൂടെ പോവേണ? ഇല്ല, വരും, പുതിയത് വരും. ആ, ബ്രഷ് അല്ലെങ്കിൽ വേണ്ട, കൈ മതി. ഇതിന്ന് വേറെ എരുമറ്റാണ് പോയിരുന്നു. എന്നിട്ടുണ്ട് അവൻ കോളേജിൽ ഇരുന്നവർ എൻ്റെ പിറകെ കിടന്ന് 24 സപ്ലി മേടിച്ചു. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. അല്ല, ജയറാമിന് അഫെയർ ഒന്നും ഉണ്ടായിട്ടില്ലേ? എനിക്കങ്ങനെ പറയത്തൊക്കെയൊന്നുമില്ല, യൂഷ്വൽ വൺ വേ സ്റ്റോറി. പിന്നെ നെക്സ്റ്റ് സൺഡേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഗെറ്റ് ടുഗദർ വെച്ചിട്ടുണ്ട്. അവർ തന്നെയും കൂട്ടി വരാനാണ് പറയുന്നത്. വരുന്നോ? പിന്നെന്താ?
മോളെ അവന് പനിയെന്നാ പറയുന്നേ. പുറത്ത് പനിയൊന്നുമില്ല, അകത്ത് പനിയുണ്ടെന്നാണ് അവൻ പറയുന്നത്. ആണോ അമ്മ? ജയറാമിനൊന്ന് ഫോൺ കൊടുക്കോ? ഇതാ മോക്കൊന്ന് സംസാരിക്കണം. മോളെ അവന് സംസാരിക്കാൻ പറ്റണ്ടെന്ന്. എങ്കിൽ കുഴപ്പമില്ലമ്മ, ഞാൻ ഗെറ്റ് ടുഗദറിന് പോയെന്നൊന്ന് പറഞ്ഞിരുന്നാൽ മതി. ഒട്ടും വയ്യെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ. ആ ശരി മോളെ. നിനക്ക് പെട്ടെന്നൊരു പനി. ഡേയ്, കല്യാണത്തിന് ഇനി 3 മാസമുണ്ട്. ഇപ്പോഴേ നീ ഇങ്ങനെ ഇരുന്ന കല്യാണത്തിന് ശേഷം വേണ്ടേ ഇങ്ങനെ ഇരിക്കാൻ? ഡേയ്, ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ. അവൻ കല്യാണം കഴിച്ചിട്ട് വേണം എനിക്ക് കെട്ടണോ വേണ്ടെന്ന് ആലോചിക്കാൻ. പിന്നെ അത് അവിടെ തട്ടം താമ്പൂലം വെച്ചോണ്ടിരിക്കുകയല്ലേ ഇപ്പൊ കെട്ടായി. ആന്ധ്ര എവന് കിട്ടിയെങ്കിൽ എനിക്ക് കിട്ടൂലേ? അത് ശരി തന്നെ. അശ്വതി ആയിരിക്കും. അല്ല, നമ്മളെ മണിയുണ്ടല്ലോ മച്ചാ, ഇവന്റെ കല്യാണം പ്രമാണിച്ച് പുതിയ ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നു. മൊട്ടേരെ കെട്ട് മച്ചാ, എടുത്ത് നോക്ക്. ആ ഫോട്ടോ ഉണ്ടാ? അതാണ് നിന്റെ കല്യാണത്തിന് നമ്മൾ ഫ്ലെക്സ് അടിക്കാൻ പോണത്. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും നമ്മളത് അടിക്കും. ഡേയ്, കല്യാണത്തിന് മുമ്പ് വല്ല എണ്ണയാ പിണ്ണാക്കൊക്കെ വാങ്ങിച്ചു കഴിച്ച് നിന്റെ തലയിൽ മുടി വരുത്താൻ നോക്കും. ഇല്ലെങ്കിൽ നീ ഏറി തന്നെ. എടാ, വെളിച്ചെണ്ണ മുതൽ ഒട്ടകത്തിന്റെ നെയ് വരെ തേച്ച്. ഒട്ടകത്തിന്റെ നെയ്യാ? ഇവന് വയ്യ. ഇവിടെ നിന്റെ പൈസ ഇല്ലടാ ഇരിക്കണം, കൊണ്ടുപോയി ട്രാൻസ്പ്ലാന്റ് ചെയ്യടാ. അതും ആലോചിച്ചതാ, പക്ഷെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവുമെന്ന് വിചാരിച്ച. തല പുത്തരിക്കണ്ട മൈതാനം പോലെ കിടന്ന് തിളങ്ങണ്. നിനക്കിനി എന്തൊക്കെ പറഞ്ഞാലും ട്രാൻസ്പ്ലാന്റ് ചെയ്യണത് മാത്രമേ വഴിയുള്ളൂ. ഹലോ, ജയറാം, ഞാനൊരു ഷോപ്പിൻ്റെ ലിങ്ക് അയച്ചിട്ടുണ്ടായിരുന്നേ. നമുക്ക് റിസപ്ഷൻ്റെ ഡ്രസ്സ് അവിടെ നിന്ന് എടുത്താലോ? പോവാം. എങ്കിൽ ഈ വീക്കെൻഡ് പോയാലോ? അയ്യോ, ഈ വീക്കെൻഡ് പറ്റത്തില്ല. കല്യാണത്തിന് 1 മാസം ഉണ്ടല്ലോ, പോവാം. ജയറാം, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഇല്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയൂ. ഒന്നുമില്ലടോ, തനിക്ക് തോന്നുന്നതാ. പിന്നെ താൻ എന്തിനാ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യുന്നത്? കല്യാണം അടുത്ത മാസമാണ്. അപ്പൊ താൻ അതിനെപ്പറ്റി ഒന്ന് ബോധോടല്ലേ? അറിയാം, ബോസ് വിളിക്കുന്നത്. ഞാൻ അങ്ങോട്ട് വിളിക്കാം. പിന്നെ നീ ഓൺലൈൻ ന്യൂസ് വല്ലതും കാണുന്നുണ്ട്? യുവമാർക്കത്ത് വേറെ പണിയില്ല, റിപ്പോർട്ട് അടിച്ച് കൂട്ടിക്കണം. അവനൊക്കെ ന്യൂസ് നോക്കിയാണ്. ആര്യയുടെ നവവരനെ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച ആര്യയുടെ നവവരനെ കുറിച്ച്. ഇതിലും മികച്ചൊരു പയ്യനെ കിട്ടിയില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഹലോ, എന്തായി, ചെയ്യാൻ പറ്റുമോ? സോറി സർ, സാറിന്റെ ബാർഡ്നസ് ഗ്രേഡ് 6 ആണ്. ഈ സ്റ്റേജുള്ള പേഷ്യന്റിന് ട്രാൻസ്പ്ലാന്റ് ഫസ്റ്റ് സ്റ്റേജിൽ സജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. സാറിന്റെ ഡോണർ ഏരിയ ഭയങ്കര വീക്കാണ്. അയ്യോ, നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പറയൂ. എനിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തേ പറ്റുള്ളൂ, അത്യാവശ്യമാണ്. വി ആർ എക്സ്ട്രീംലി സോറി സർ. സാറിന്റെ ഹെയറിന്റെ കണ്ടീഷൻ അതിന് ഫേവറബിൾ അല്ല. വേണമെങ്കിൽ സാറിന് ഒരു 1 year മെഡിക്കേഷൻ എടുത്തിട്ട് ഡോണർ ഏരിയ സ്ട്രോങ് ആക്കിയിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി ട്രൈ ചെയ്യാം. മോനെ, ആ ഫുഡ് കഴിച്ചിട്ട് ബാക്കി വരണമെങ്കിൽ എടുത്ത് ഫ്രിഡ്ജ് വെച്ചേരെ. ഞങ്ങൾ പർച്ചേസ് കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റ് ആവും. അമ്മ പോണ്ട. പോണ്ടെന്നാ? എനിക്ക് ഈ കല്യാണത്തിനെ കുറിച്ച് ഒന്നും കൂടെ ആലോചിക്കണം. നാട്ടുകാരെല്ലാവരും കല്യാണം വിളിച്ച് കല്യാണത്തിന് ഇനി 1 മാസം കിടക്കുമ്പോൾ ഇനി ആലോചിക്കണമെന്നാ? നിനക്ക് തലയ്ക്ക് വല്ല അസുഖം ഉണ്ടാടാ? അതെ, എന്റെ തലയ്ക്ക് അസുഖമുണ്ട്. എന്റെ കല്യാണമല്ലേ, എനിക്ക് ഒന്നും കൂടെ ആലോചിക്കണം. ഇതാ പർച്ചേസ് പോ, ആര്യയുടെ അമ്മ വിളിക്കണ്. ഞാൻ ഇപ്പൊ അവരോടത്ത് എന്തോ പറയണം? കോൾ എടുക്കണ്ട, തീർന്നില്ലേ പ്രശ്നം? എടാ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാ? ഞാൻ അവിടുത്തെ സംസാരിക്കട്ടാ? അമ്മ ഒന്നും മിണ്ടാതിരിക്കണമെന്താ? ഞാൻ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞല്ല.
കഴിഞ്ഞ 2 മണിക്കൂറായി നിങ്ങൾ രണ്ടുപേരും ഞാൻ മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുക. മോളെ, ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടി നേരത്തെ ഇറങ്ങി നിൽക്കുകയാണ്. അവൻ പോണ്ടാന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോണും വാങ്ങിച്ചു വെച്ച്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല അമ്മ. പിന്നെ എന്തിനാ മോളെ അവൻ കല്യാണത്തെക്കുറിച്ച് ഒന്നുകൂടെ ആലോചിക്കണമെന്ന് പറയണേ? ഞാൻ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ജയവന്റെ പ്രശ്നം എന്താണ്? ഈ അവസാന നിമിഷം എന്താ ഇനി ആലോചിക്കാൻ? എനിക്ക് ഇപ്പം ഇങ്ങനെ തോന്നി. തനിക്ക് തോന്നിയ പോലെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇതിൽ എന്റെ ലൈഫ് ഇൻവോൾവ് ആണ്. കാരണം എന്താന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. മുഖത്ത് നോക്ക് ചേരാം. എനിക്കിപ്പോ കല്യാണം വേണ്ട. എടാ, നീ വേണ്ടാന്ന് പറഞ്ഞാ ഈ കൊച്ചിന്റെ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും? നീ കുറെ ആൾക്കാരുടെ ജീവിതം വെച്ച് കളിക്കരുത്. അമ്മ, ആരുടെ ജീവിതത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാ ഞാൻ കല്യാണം വേണ്ടെന്ന് പറഞ്ഞത്. ആർക്ക് എന്ത് ബുദ്ധിമുട്ട്? സത്യം പറ ചേരാ, തന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ അഫയർ? എനിക്കൊക്കെ പെണ്ണ് കിട്ടിയത് തന്നെ ഭാഗ്യം അല്ലേ അമ്മ? അതെന്താ അങ്ങനെ? തനിക്ക് എന്താ കുഴപ്പം? കുഴപ്പമില്ലേ? തനിക്ക് ഒരു കുഴപ്പവും തോന്നണില്ല? അതാ തോന്നിയിട്ടും തോന്നാത്തതായിട്ട് അഭിനയിക്കുകയാണോ? ഞാൻ ജീവിതത്തിൽ അഭിനയിക്കാറില്ല. താൻ വളച്ചിട്ടത് കാര്യം പറ. താൻ ഈ ലോകത്തല്ലേടോ ജീവിക്കുന്നത്? ഇപ്പൊ സോഷ്യൽ മീഡിയ നിറച്ച് ഞാനാണല്ലോ ചർച്ചാ വിഷയം. സെലിബ്രിറ്റിയെ കെട്ടാൻ പോകുന്ന മാമൻ, അതാണ് ടാഗ് ലൈൻ. എടോ, താൻ മെച്ചൂർഡ് ആണെന്നാ ഞാൻ കരുതിയത്. ഇത്ര സില്ലി റീസണിന്റെ പേരിൽ കല്യാണം വേണ്ടെന്ന് നോക്കി നാണമില്ലേ? സില്ലി റീസൺ അത് തനിക്കും മറ്റുള്ളവർക്കും ആയിരിക്കും. പക്ഷെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ഇതിന്റെ പേരിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക. കോളേജ് പഠിക്കുമ്പോൾ തന്നെ മുടി പോയി. അപ്പൊ തുടങ്ങിയതാണ് കൂട്ടുകാർക്കിടയിൽ നിന്ന് മാമൻ എന്നുള്ള വിളി. ജോലി കിട്ടി പോയപ്പോഴോ അവിടെ കൊളീഗ്സ് കളിയാക്കാൻ തുടങ്ങി. 2 ചേറം ഉള്ളത് കാരണം എന്റെ ഐഡന്റിറ്റി അവിടെ എന്താണെന്ന് അറിയാമോ? കഷണ്ടി ചേറ. ഒരു ബന്ധു വീട്ടിൽ പോയാലോ ജംഗ്ഷനിൽ പോയാലോ കാണുന്നവർക്കൊക്കെ ആദ്യം അറിയേണ്ടതേ എന്റെ കഷണ്ടിയെ കുറിച്ചാണ്. ഇത് കണ്ട, മുട്ടയുടെ കെട്ട്. ഫ്രണ്ട്സ് കല്യാണത്തിന് വേണ്ടി തുടങ്ങിയ ഗ്രൂപ്പാ. ഞാനന്ന് തന്നോട് കള്ളം പറഞ്ഞതാ. തന്നെ കാണുന്നതിന് മുമ്പ് 76 പേരെ പെണ്ണ് കണ്ടിട്ടുണ്ട്. അവരൊക്കെ എന്നെ റിജക്ട് ചെയ്തതേ ഈ കഷണ്ടിയുടെ പേരില്ല. ഇതെന്റെ മാത്രം പ്രശ്നമൊന്നുമല്ല, കഷണ്ടി ആയിട്ടുള്ളവരുടെ എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയാണ്. അതുകൊണ്ട് ഇതെനിക്കൊരു സില്ലി റീസൺ അല്ല ആര്യ. ജയറാമിന്റെ ട്രോമ എനിക്ക് മനസ്സിലായി. ബാക്കിയുള്ളവർ പറയുന്ന താൻ വിട്. എനിക്കിതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അതുകൊണ്ടായിരിക്കും അന്ന് ആദ്യം എന്നെ കണ്ടപ്പോഴത്തേക്കും എന്റെ കഷണ്ടി മറയ്ക്കാൻ തൊപ്പി തന്നത്. ഞാൻ കെട്ടാൻ പോണ കുട്ടിക്ക് എന്റെ കഷണ്ടി കോംപ്ലക്സ് ഉണ്ടാക്കുന്നത് എനിക്ക് ചെറിയ വിഷയമല്ല. അയ്യോ ചേരാ, എനിക്ക് കോംപ്ലക്സ് ഒന്നുമില്ല. തൻ്റെ യഥാർത്ഥ രൂപം കണ്ടിട്ട് തന്നെ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അതിനുശേഷം തൻ്റെ അമ്മയും മാമന്മാരും വീട്ടിൽ പെണ്ണ് കാണാൻ വന്നപ്പോൾ കാണിച്ച ഫോട്ടോയിലും താൻ വീഡിയോ കോൾ ചെയ്തപ്പോഴൊക്കെ താൻ വിഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി തനിക്ക് ഈ മുടി കുറവുള്ളതിലൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടെന്ന്. അത് മറയ്ക്കാൻ വേണ്ടി താൻ വയ്ക്കുന്ന വിഗ് ആണെങ്കിൽ തനിക്ക് ചേരുന്നുമില്ല. അതുകൊണ്ട് മാത്രം ഞാൻ ആ തൊപ്പി ഗിഫ്റ്റായിട്ട് തന്നത്, അല്ലാതെ വേറൊന്നും ഉദ്ദേശമല്ല. തനിക്കത് വയ്ക്കാൻ താല്പര്യമില്ലെങ്കിൽ വയ്ക്കണ്ട. പക്ഷെ അതിൻ്റെ പേരിൽ വെറുതെ കാട് കയറി ചിന്തിക്കല്ലേ. മോളെ, കല്യാണം ഫിക്സ് ചെയ്ത് തൊട്ട് അത് നീട്ടി വയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് നടന്ന്. പിന്നെ എന്തൊക്കെയോ കസർത്ത് കാണിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെയാണ് ഇവൻ്റെ പ്രശ്നമെന്ന് ഞാൻ അറിഞ്ഞ. എടോ, അത് പിന്നെ കല്യാണം നീട്ടി വെച്ചാൽ എന്തെങ്കിലും ചെയ്ത് മുടി വളർത്താൻ പറ്റുമെന്ന് ഞാൻ നോക്കിയതാ. ഞാൻ സമ്പാദിക്കണതിൻ്റെ 1/3 എണ്ണയ്ക്കും മരുന്നിനും വേണ്ടി കളഞ്ഞു. തീരെ നിവർത്തിയിട്ടിട്ടാ ട്രാൻസ്പ്ലാന്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു പറഞ്ഞു എനിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റില്ലെന്ന്. അങ്ങനെ ആ കാര്യം ആലോചിച്ച് താൻ തൊപ്പി വന്നതും കളിയാക്കലും എല്ലാം കൂടെ ആലോചിച്ച് എൻ്റെ തല പെരുത്തിട്ടാ ഞാൻ കല്യാണം ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതി എന്ന് തീരുമാനിച്ചത്. സോറി. അമ്മയുടെ മോന് മുടി കുറവുള്ളതിൽ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ ഏതെങ്കിലും അമ്മ ചിന്തിക്കുമോ മോളെ? താൻ കെട്ടാൻ പോകുന്ന എനിക്കും തൻ്റെ മുടി ഒരു പ്രശ്നമല്ല. ഇനി പറ, ആർക്കാ പ്രശ്നം?
നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ എനിക്കെന്ത് പ്രശ്നം? ഈ അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ലെന്നാണല്ലോ. കഷണ്ടിക്ക് മരുന്നില്ലെന്ന് തനിക്കിപ്പോൾ മനസ്സിലായി. ഇനി അസൂയക്ക് മരുന്നില്ലെന്ന് ചിലർക്ക് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം. താൻ വാ, ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേ. ഹായ്, ഇത് ജയറാം. ഞങ്ങളുടെ കല്യാണമാണ്. ഈ ജയറാമിൻ്റെ അമ്മ. ജയറാമിന് നിങ്ങളടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ജയറാം, ഒരു MNCയിൽ ഫിനാൻസ് ഹെഡാണ്. മറ്റു സ്വഭാവദോഷങ്ങളൊന്നുമില്ല. ഇതാണ് എൻ്റെ യഥാർത്ഥ രൂപം. ഈ രൂപം കണ്ടിട്ടാണ് ആര്യ ഞാനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചത്. ഇപ്പം നിങ്ങളുടെ ഇടയിൽ എൻ്റെ ഈ കഷണ്ടിയാണ് ഒരു ചർച്ചാ വിഷയമെന്ന് എനിക്കറിയാം. പലരും പരിഹാസപരമായിട്ടുള്ള കമൻറ്റും ട്രോളും ഒക്കെ ഇടുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അതിലൊന്നും എനിക്ക് ഒരു പ്രശ്നമില്ല. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പോലും എൻ്റെ ഈ കഷണ്ടി ഒരു ട്രോൾ മെറ്റീരിയലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ രൂപം. ഇങ്ങനെ ജീവിക്കാനാണ് എൻ്റെ തീരുമാനം. എൻ്റെ അമ്മയ്ക്കും ഭാര്യയാവാൻ പോണ കുട്ടിക്കും ഈ രൂപം ഇഷ്ടമാണ്. അപ്പോൾ ഇനിയും കളിയാക്കലുമായിട്ട് വരുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. നിങ്ങളും നിങ്ങളുടെ കളിയാക്കലും ദാ ഇവിടെ നിന്ന് കൊഴിഞ്ഞു പോയ സാധനമാണ് എനിക്ക്. ഞങ്ങൾക്ക് ഇന്ത്യയിൽ 34% ആണുങ്ങളും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് മെയിൽ പാറ്റേൺ ബാൾഡ്നെസ്. കഷണ്ടിയാകുന്നതും മുടി കൊഴിച്ചിലും ഒക്കെ ഇത്രയും കോമൺ ആയിട്ടും ഇന്നും നമ്മുടെ സമൂഹത്തിൽ പലരും കഷണ്ടിയുടെ പേരിൽ പലതരം ബുദ്ധിമുട്ടുകളും കളിയാക്കലും ഫേസ് ചെയ്യുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ മുടി നഷ്ടമാകുമ്പോൾ അത് നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കും എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ ഒരു ഫീലിംഗ് നമ്മൾ ജീവിതകാലം മുഴുവൻ കൊണ്ടു കിടക്കേണ്ട ഒരു കാര്യവുമില്ല. മറിച്ച് നമ്മൾ ഇതിനെ പ്രാക്ടിക്കലി അപ്രോച്ച് ചെയ്യുകയാണ് വേണ്ടത്. നമ്മുടെ സെൽഫ് വർത്ത് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി തലയിലെ 2 മുടിയല്ല നിർണ്ണയിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് നമ്മളെ തന്നെ പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുക തന്നെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ. കഷണ്ടി ഉണ്ടായിട്ടും അതിനൊരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊണ്ടുനടക്കുന്ന കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട്. നമ്മൾ നോക്കി കാണുന്ന രീതി മാറിയാൽ തന്നെ മറ്റുള്ളവരെന്ത് പറഞ്ഞാലും അത് നമ്മളെ ബാധിക്കാതാവും. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. കഷണ്ടി നിങ്ങളുടെ കോൺഫിഡൻസിനെ ബാധിക്കാതിരിക്കാൻ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ടിപ്സ് താഴെ കമൻറ്റ് ചെയ്യുക. ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ച് അവരെ കളിയാക്കുന്നത് തമാശയല്ലെന്ന് ഇനിയെങ്കിലും ഈ സമൂഹം മനസ്സിലാക്കാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നൊരു കാര്യം, ഇപ്പം മെഡിക്കൽ എക്സ്പെൻസസ് ഒക്കെ ഓരോ ദിവസവും കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് നമ്മുടെ സമ്പാദ്യം ഭദ്രമാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നിങ്ങൾക്കും ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികൾ തമ്മിൽ കമ്പയർ ചെയ്ത് ഒരു ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് 25% വരെ ഡിസ്കൗണ്ടോടുകൂടി എടുക്കാൻ താല്പര്യമാണെങ്കിൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. SK ടോക്സിൻ്റെ ഓരോ വീഡിയോസും മിസ് ചെയ്യാതെ കാണും. SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്നു.